നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തെ കാക്കനാട് മാവേലിപുരത്തുള്ള റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററിലാണ്. റോഷോയും ഞാനുമായുള്ള ബന്ധം, ആദ്യത്തെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ BMW C4 റാപ്പ് ചെയ്ത് റോഷോയാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും. വളരെ മങ്ങിയ ചുവപ്പ് നിറമായിരുന്ന എൻ്റെ BMW C4നെ നല്ല ബ്രൈറ്റ് റെഡ് നിറമാക്കി റാപ്പ് ചെയ്ത് തന്ന റോഷോയാണ്. വളരെ ഗംഭീരമായ രീതിയിൽ ഇപ്പോഴും തിളക്കം നിലനിന്ന് തന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ടൗണിലെ ഓട്ടത്തിനായിട്ട് വാങ്ങിച്ചിരിക്കുന്ന പുതിയൊരു കോമറ്റുണ്ട്. അതാണ് ഇതൊരു സ്പെഷ്യൽ എഡിഷൻ നിറമാണ്. അതായത് ചാണക പച്ച എന്ന നിറമാണ്. ഇത് അധികം ഇറങ്ങിയിട്ടില്ല, കാരണം ഇന്ത്യയിലാകെ 100 സ്പെഷ്യൽ എഡിഷൻ വാഹനങ്ങളെ വന്നിട്ടുള്ളൂ. അതിലൊന്നാണിത്. മറ്റൊന്ന് ഇവിടെ നമ്മുടെ രമേഷ് പിഷാരയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഈ ഒരു നിറം തന്നെയാണ്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് PPF ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഇതിൽ PPF ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, കാരണം സിറ്റിയിൽ ഓടുമ്പോൾ സ്ക്രാച്ചൊക്കെ വീഴാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇത് PPF ചെയ്ത് ഒന്ന് സംരക്ഷിക്കാമെന്ന് കരുതിയാണ് വന്നിരിക്കുന്നത്. നമ്പർ പോലും കിട്ടിയിട്ടില്ല കേട്ടോ, എടുത്തിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ അത് ജിതിൻ നിൽക്കുന്നുണ്ട്. ജിതിനെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, നമ്മൾ പലതവണ നമ്മുടെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ BMW നിങ്ങളെ കൈകളിൽ ഏൽപ്പിച്ചതുപോലെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് ഇവളായിരിക്കും അല്ലേ? എന്നാൽ ഇവളെ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ PPF മാത്രമല്ല, ഇവിടെ വേറൊരു വലിയ സംഭവം വന്നായിട്ട് ഞാൻ അറിഞ്ഞു. അതായത് PPF എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സാധാരണ ഇത് കൈകൊണ്ട് കട്ട് ചെയ്താണ് ഇതിൻ്റെ ചെറിയ സ്പേസുകളൊക്കെ ഒട്ടിക്കുന്നതെങ്കിൽ ഇവിടെ അതിനൊക്കെ ഒരു മെഷീൻ വന്ന വിവരം കൂടി ഞാൻ അറിഞ്ഞു. പിന്നെ കൂടാതെ നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള ഡീറ്റെയിലിംഗ് പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും ആദ്യം നമുക്ക് അധികമല്ല, നിങ്ങളുടെ മെഷീൻ കാണുക എന്നുള്ളതാണ്. ഇവിടെ കയറുമ്പോൾ ഒരു ഗംഭീര സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഈയിടെ വാങ്ങിച്ച ഒരു പോളോയാണ്. പോളോ എന്ന് പറയുന്നത് നമ്മുടെ പോളോ എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട രണ്ടാമത്തെ വാഹനമാണ്. അതായത് ആദ്യത്തെ ടൊയോട്ട കൊറോള ആണെങ്കിൽ പിന്നീട് രണ്ടാമത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടത് പോളോയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇത് വിറ്റിട്ടില്ല, ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഇത് നമുക്ക് അടുത്ത ആഴ്ച ഒരു ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു താരം ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ PPFനും വന്നിരിക്കുന്ന പുതിയ താരത്തെ ഒന്ന് കാണാം. അത് ഇതാണല്ലേ ഈ മെഷീൻ? എന്താ അതിൻ്റെ പേര്? ഇതിന് പ്ലോട്ടർ എന്ന് പറയുന്നത്. പ്ലോട്ടർ? അതെ. PPF പ്ലോട്ടറാണ് ആക്ച്വലി. ഇത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമ്മളിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പീസ്, ഓരോ പാനൽസും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് മാനുവലി ആണ്. അപ്പോൾ നമ്മൾ ഓരോ പാനലും എടുത്ത് നമ്മൾ മാനുവലി കട്ട് ചെയ്യും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു നല്ലൊരു ഇൻസ്റ്റാളർക്ക് നല്ല രീതിയിൽ പെർഫെക്ഷൻ ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും മെഷീൻ കട്ടിങ്ങിൻ്റെ അത്രയും നമുക്ക് പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രൊഫഷണലി ഇത് കാണുന്നതുകൊണ്ട് നമുക്കൊരു പ്ലോട്ടറിൻ്റെ ഒരു അത്രയും ഫിനിഷിങ് കൊടുക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പ്ലോട്ടർ മേടിക്കാൻ കാര്യം. അപ്പോൾ നമുക്കിതിൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അത്ര പീക്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അതായത് PPF എന്ന് പറയുന്നത് നമ്മൾ പലതവണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം എന്നാണ് അതിൻ്റെ പേര്. അതായത് ഫിലിം ഒട്ടിക്കുകയാണ് വാഹനത്തിൻ്റെ എല്ലാ സർഫസിലും. അപ്പോൾ അതിൻ്റെ ചെറിയ ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇത് കട്ട് ചെയ്ത് ഒട്ടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാരെ ചെയ്യാറുണ്ട്. തന്നെ അത് കുറേ സമയം എടുക്കുന്ന കാര്യമാണല്ലേ? നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 40-45 സ്ക്വയർ ഫീറ്റോളം നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ശരി. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നല്ലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ബെസ്റ്റ് റേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല വേസ്റ്റേജ് ആയി പോവാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയാണ് ഈ ഫിലിംസ് കളയുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ഓരോ ദിവസം ഓരോ പുതിയ മോഡലുകളൊക്കെ ആയിരിക്കും വരുന്നത്. അതിപ്പോൾ എങ്ങനെ കൃത്യമായിട്ട് ഈ മെഷീൻ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ച്വലി നമുക്ക് കുറേ പ്രീമിയം വണ്ടികളുടെ എല്ലാം നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൈലബിൾ ആണ്. അതല്ലാതെ നമ്മൾ കുറച്ച് ഇന്ത്യൻ വെഹിക്കിൾസിൻ്റെ ഒക്കെ നമുക്ക് തന്നെ ഇവിടെ വരച്ചുണ്ടാക്കേണ്ടി വരും. ഓട്ടോകാഡിൽ നമ്മൾ ഓരോ പാനലും അതിന് ഏതാണ് സൈസ് എന്താണെന്ന് വെച്ച് അത് വരച്ചുണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ടൈം ഒരു വിഷയമുള്ളൂ എന്ന് വെച്ചാൽ ആദ്യത്തെ ഇപ്പോൾ ഒരു ഹൈക്രോസ് ആണ് വരുന്നതെങ്കിൽ ആദ്യം ഹൈക്രോസ് മാത്രം നമ്മൾ വരച്ചുണ്ടാക്കണമെന്നുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ വരുന്നതെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നമുക്ക് ഭയങ്കര ഒരു ടൈം കൺസ്യൂമിങ് ഭയങ്കര ഇതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു 5 ദിവസമാണ് PPF ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ എത്ര ദിവസം കൊണ്ട് കൊടുക്കാൻ പറ്റും? നമുക്കൊരു 4 ദിവസം കൊണ്ട് സിംഗിളായിട്ട് എന്തായാലും കൊടുക്കാം. നമുക്ക് ഒരു ദിവസം അതല്ലാതെ കോട്ടിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കൊരു 3 ദിവസത്തിലൊക്കെ നമ്മൾ എന്തായാലും ഫിനിഷ് ചെയ്യും. പക്ഷെ ബാലൻസ് ഒരു ദിവസം കോട്ടിങ്ങിനും ആ ക്യൂറിംഗ് ടൈമിനും വേണ്ടിയാണ് എടുക്കുന്നത്. അതെ. ഇതിപ്പോ ഇന്ത്യയിൽ അല്ല, സോറി, കേരളത്തിൽ എവിടെയെങ്കിലും എന്റെ അറിവിൽ ആരും ചെയ്യുന്നില്ല. ശരി. എന്നുവെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് വരച്ചുണ്ടാക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയൊരു സംഭവമല്ല. പിന്നെ ഇന്ത്യൻ വെഹിക്കിളിന്റെ അൺഅവൈലബിലിറ്റി, നമുക്ക് പ്രീകട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രീകട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളത് വരച്ചുണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മളത് എടുക്കാനും കാര്യം. നമുക്ക് പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ എങ്ങനെ പോയാലും ഒരു ആഴ്ചയിൽ ഒരു 4 വണ്ടിയൊക്കെ വെച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് പ്ലോട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് 2000 ഇത് മാറി കിട്ടും. പ്ലസ് നമുക്കൊരു ഇതും ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫെക്ഷൻ തന്നെയാണ്. നമുക്കത് ഭയങ്കരമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതുപോലെ ഇപ്പോൾ എല്ലാ PPF എല്ലാ ഫിലിമുകളും ഇതിൽ നമുക്ക് ഏത് ഫിലിമാണെങ്കിലും ഇപ്പോൾ ഏത് ഫിലിമായാലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. 3 ഇയർ 5 ഇയറോ അല്ലെങ്കിൽ ഈവൻ നമുക്ക് റാപ്പിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമുക്ക് ഇതിൽ റാപ്പിംഗ് ചെയ്യാം. പക്ഷെ റാപ്പിങ്ങിന് അത്ര ആവശ്യം വരില്ല. പക്ഷെ ചില പേരുകൾ കട്ട് ചെയ്യാനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പ്ലോട്ടർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈ PPF-ന്റെ രംഗത്ത് പുതിയ എന്തെങ്കിലും ഫിലിമുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? PPF-ൽ നമുക്ക് ഇപ്പോൾ നമുക്ക് റിസോ എന്ന് പറഞ്ഞ ഫിലിംസ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ കസ്റ്റമർക്ക് പറയുകയാണ് വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് ഇത് എത്ര വില PPF ശരിക്കും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിലയല്ല, അല്ലെങ്കിൽ ബ്രാൻഡിനേക്കാളും ചെയ്യുന്ന ആളെയാണ് നോക്കേണ്ടത്. ഇത് എത്ര വലിയ ഫിലിമായാലും ചെയ്തത് ശരിയല്ലെങ്കിൽ അത് അതിനൊരു ഉപകാരമില്ല. അതെ, അതിന്റെ കട്ടിങ്ങും എഡ്ജസും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിൽ എത്ര വലിയ ഫിലിമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. വണ്ടി എത്ര വലിയ പ്രീമിയം വണ്ടിയാണെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്തതിനേക്കാളും വൃത്തികേടായി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അല്ല, റോഷോയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ എൻ്റെ BMW പലരോടും ഇത് റാപ്പ് ചെയ്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിർത്തിക്കൊണ്ട് പറയല്ലോ. പലരും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഗംഭീരമായ റാപ്പിംഗ് അയച്ചായിരിക്കും. അത് സമ്മതിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും നമുക്ക് മെഷീൻ വരുന്നതിന് മുമ്പുള്ള കാലത്ത് ആലോചിക്കണം. നമുക്ക് ആ റാപ്പിംഗ് അത്രയും നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ പാനൽസും നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. അതിൽ നമുക്ക് അതിലൊരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിംഗ് ചെയ്ത ഭംഗി പോകും. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം നമുക്ക് ഈ PPF-നേക്കാളും റാപ്പിംഗ് നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കാനുള്ള പറ്റും. PPF കുറച്ചും കൂടി കട്ടിയുള്ള കാരണം ഫോൾഡിങ് ഇച്ചിരി വിഷയമാണ്. എന്നാലും അതെ അതെ. അപ്പോൾ ആ കട്ടി ബ്ലേഡ് ഉപയോഗിക്കാതിരിക്കാനാണ് നമ്മൾ പ്ലോട്ടർ തന്നെ എടുക്കുന്നത്. സേഫസ്റ്റ് സൈഡും കൂടിയാണ് ഈ PPF പ്രീ കട്ടുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞൊരു സംഭവിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് തിരുവനന്തപുരത്താണ്. അദ്ദേഹം അവിടുത്തെ ഒരു ഡീറ്റെയിലിംഗ് സെന്ററിൽ കൊണ്ട് PPF ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പോയി ഇങ്ങനെ കീറി പോകുന്ന പോലെ ക്രാക്ക് വീഴുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ എത്ര കാലം എന്നോട് പറഞ്ഞത് ഒരിക്കലും ക്രാക്ക് വീഴുന്നതായിരുന്നല്ലോ? അല്ല, അത് TPH ഫിലിംസ് ആയിരിക്കും മേ ബി ചെയ്തത്. TPH ഫിലിംസ് ഉണ്ട്, TPU മെറ്റീരിയൽസ് ഉണ്ട്. ഈ TPH മെറ്റീരിയൽസ് ആണ് അവർ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് ഈ ഒരു ടെക്നോളജി വന്നപ്പോൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞൊരു രീതിയിൽ വന്നത് TPH മെറ്റീരിയൽസാണ്. അതിനെന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ യെല്ലോയിഷ് ആവുക, പെട്ടെന്ന് ക്രാക്കിങ് വരിക, ഇങ്ങനെയുള്ള സംഭവിക്കും. അപ്പോൾ അത് ഒരു ഇത്ര നാൾക്ക് ശേഷം അത് പൊളിച്ചെടുക്കാൻ നോക്കിയത് പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് തമ്മിൽ പിന്നീടാണ് TPU മെറ്റീരിയൽസ് വന്നത്. അത് നമുക്ക് കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്, ക്രാക്കിങ് വരില്ല. 100% TPU മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. കുറച്ച് ഒരു 5 വർഷം കഴിഞ്ഞാൽ അത് പൊളിച്ചെടുത്താലും ഒരു വിഷയമില്ല. അപ്പോൾ ഫിലിംസ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പല സ്ഥലത്തും ചിലപ്പോൾ ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷയങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനോട് അവർ പറഞ്ഞത് PPF തന്നെയാണ് എന്ന് പറഞ്ഞാണ് PPF ആണ്. PPF തന്നെ ഈ TPH ഫിലിമാണ്. പക്ഷേ അതിൽ ഗ്രേഡ് വ്യത്യാസത്തിൽ TPH TPU എന്നുണ്ട്. അത് ശരി ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് ഞാനൊരു സംഭവം കാണിച്ചു തരാം ബൈജന്. ആക്ച്വലി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും PPF ആണ്. ഇത് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് TPH ഏത് TPU എന്ന് ഇപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റില്ല. ഇതിപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ചെയ്യണമെന്നില്ല, അത്യാവശ്യം നല്ല സ്ഥലത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം. റേറ്റ് കുറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. റേറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് പ്യുവർ TPU മെറ്റീരിയൽ ആയിരിക്കില്ല. എന്ന് വെച്ചാൽ TPU മെറ്റീരിയൽ എങ്ങനെയെന്നാലും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 45-50 ആ റേഞ്ചിലാണ് നല്ല PPF-കൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അത് കസ്റ്റമർക്ക് കിട്ടിയാൽ തന്നെ ഒരു ചെറിയ പീസ് അവർക്ക് മേടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ട്, നമുക്ക് ഈ അച്ചിങ്ങ പൊട്ടിക്കണ പോലെ ഈ PPF-കൾ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. ഇത് TPH ആണ്, TPU ആണ്, സോറി TPH ആണ്. ഇത് വലിക്കുമ്പോൾ വേണ്ട ഭയങ്കര ഹാർഡാണ്, എനിക്ക് വലിക്കാൻ പറ്റില്ല. ആ സമയം TPU മെറ്റീരിയൽസ് ആണെങ്കിൽ എനിക്ക് വേണ്ട സ്ട്രെച്ചബിൾ ആകും, ഭയങ്കര സ്ട്രെച്ച് ആവും. സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് തിരിച്ചു വരും. അപ്പോൾ ഇത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയായാലും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ PPF ചെയ്യുമ്പോൾ ചോദിക്കുക TPH അല്ലല്ലോ TPU ആണല്ലോ അല്ലെ മെറ്റീരിയൽ ചോദിക്കണം അല്ലേ? ചോദിച്ചാലും ചിലപ്പോൾ പറയണമെന്നില്ല, ഒരു ചെറിയ പീസ് മേടിച്ചിട്ട് അതായത് കസ്റ്റമർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഒരുപാട് നമുക്ക് ചില വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർ പറ്റിക്കപ്പെടുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു ചെറിയൊരു മെത്തേഡാണ്. ഇതിങ്ങനെ വലിച്ചു നോക്കി കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ടെങ്കിൽ അത് TPH ആണ്. എനിക്ക് അച്ചിങ് പോലെ നമുക്ക് പറിച്ചെടുക്കാം. പക്ഷെ ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാം ഏകദേശം 200%. ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ അത് എനിക്ക് ഒരു 20-25 സെന്റിമീറ്റർ വരെ എനിക്ക് വലിച്ചു നീട്ടാൻ പറ്റും. പൊട്ടില്ല, അൺബ്രേക്കബിൾ ആണ്. അതാണ് PPF. നമുക്ക് ഏകദേശം നോർമൽ ആയിട്ടുള്ള കസ്റ്റമർക്ക് മനസ്സിലാവാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. അത് ഫോളോ ചെയ്യാൻ നോക്കുക, നല്ല സ്ഥലത്ത് PPF ചെയ്യാം എന്നുള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ PPF ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കാണ് ഞങ്ങൾക്ക് ഒക്കെ ഭയങ്കരമായിട്ട് അടി കിട്ടും. ഇപ്പോൾ ഒരു TPH ചെയ്ത വാഹനം അലമ്പായി കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് സർക്കിളിൽ പറയും PPF ചെയ്യരുതെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വരിക. അപ്പൊ അതൊന്നും ബ്രേക്ക് ചെയ്യാനാണ്, ഒന്ന് ശ്രദ്ധിക്കുക കസ്റ്റമർ. നല്ലൊരു അറിവായിരുന്നു. അതുപോലെ എന്താണ് ഇപ്പം ഇതിന്റെ കാര്യത്തിൽ
ഇപ്പം ഞാൻ നിങ്ങളെ പരിചയമുള്ള ഒരാളെന്നുള്ളതിലേക്ക് എൻ്റെ വണ്ടിക്ക് ഏത് ചെയ്യണമെന്ന് പ്രിഫർ ചെയ്യുന്നത്? നാനോ ടെക്നോളജി പ്രകാരമുള്ള കോട്ടിങ് വേണോ അതോ PPF വേണോ, ഏതാണ് ബെസ്റ്റ്? ആക്ച്വലി ഞാൻ പറയാന്ന് വെച്ചാൽ ഒരുപാട് ചില വണ്ടികൾ നമുക്കൊരു റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയാറ്. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വണ്ടികൾക്കൊന്നും ഞാൻ PPF ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ പെയിൻ കോസ്റ്റ് ഇതിനേക്കാളും താഴെയാണ്. പക്ഷേ അവർക്ക് ആ വണ്ടിയോടുള്ള ഇഷ്ടം അതിനപ്പുറത്താണെങ്കിൽ PPF ചെയ്യാൻ അത് അവർക്ക് ഇഷ്ടമാണ്. അത് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ പെയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് 4000 രൂപ കൊടുത്താൽ മതി. പക്ഷേ PPF ചെയ്യാനും ആ റേറ്റിന് വരും. അപ്പോൾ ഇൻ കേസ് വലിയ ഇടി ഇടിച്ചാൽ പോലും അത് മാറേണ്ടി വരും. PPF ചെയ്യണമെന്ന് പറയാൻ തന്നെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്ക്രാച്ചുകളാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഒരു വലിയൊരു പ്രീമിയം വണ്ടി നമ്മളൊരു സൈഡിൽ ഒതുക്കിയിട്ടു, ഒരു ബൈക്ക് വന്ന് ചിലപ്പോൾ സൈഡ് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഹാൻഡിൽ കൊള്ളാം, ട്രാഫിക്കിൽ പോകുമ്പോഴായാലും കൊള്ളാം, ചിലപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ഡോറിൻ്റെ എഡ്ജ് പോയി വേറെ ഇടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മൈന്യൂട്ടായിരിക്കും. പക്ഷെ അത് ചിലർക്ക് അത് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റില്ല. പുതിയ വണ്ടി എടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ച് വരാന്ന് പറയുകയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഏരിയ മൊത്തം റീപെയിന്റ് ചെയ്യണം. അതെ അതെ, ആ ഒറിജിനൽ പെയിന്റ് സംരക്ഷിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും PPF ആണ് അതിന് ഏറ്റവും വലിയ. എന്ന് വെച്ചാൽ ഒരു വേൾഡിൽ തന്നെ ഏറ്റവും ഹൈ എൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റിയ ഇന്ന് നിലവിലുള്ള ഒരു ടെക്നോളജിയാണ് PPF. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു ടെക്നോളജി വന്നിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റിയ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഇവിടെ വരുന്ന വണ്ടികൾ ഒരു എത്ര % PPF ചെയ്യാൻ വരുന്നുണ്ടാവും? ഞങ്ങൾക്ക് ഇവിടെ ഒരു 30% എന്തായാലും PPF. 10 വണ്ടി വന്നു കഴിഞ്ഞാൽ 3 വണ്ടി എന്തായാലും PPF ആയിരിക്കും. ബാക്കി നാനോ ഡയമണ്ട് അല്ലെങ്കിൽ ഗ്രാഫൈൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ക്വിക്കായിട്ട് പറയാമോ എന്താണ് ഗ്രാഫീനും ഡയമണ്ട് നാനോ ഡയമണ്ട് ടെക്നോളജി തമ്മിലുള്ള? ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഒരു ഫോണിൽ പുതിയ വേർഷൻ ഇറങ്ങുന്ന പോലെ തന്നെയാണ് ഈ കോട്ടിങ്ങിൽ നമുക്ക് പുതിയൊരു വേർഷൻ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം സെറാമിക് ആയിരുന്നു, പിന്നെ ഗ്രാഫൈൻ ആയിരുന്നു, ഇപ്പോൾ നാനോ ഡയമണ്ട് ആണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നാനോ ഡയമണ്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടി ഡ്യൂറബിൾ ആണ്, അതുപോലെ തന്നെ നല്ല ഗ്ലേസ്നെസ് ഉണ്ട്. ആ ഗ്ലോസ്നെസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതിൽ തന്നെ കളർ പോപ്പും ഭയങ്കരമായിട്ട് കൂടുതലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പല കോട്ടിങ്ങൾ വന്നപ്പോഴും കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് എന്താ പറയുക, പെട്ടെന്ന് കൺഫ്യൂഷനാണ്, ഇത് ഇവരൊക്കെ പറയുന്നത് ചുമ്മയാണോ എന്നുള്ളത്. ഞാനത് കുറച്ച് ഞാൻ വായിച്ചിട്ട് അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾ പറയാൻ കാര്യം എന്നുള്ളത് ഞാൻ കുറച്ച് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞാനൊരു പോർഷൻ ഞാൻ ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ നമുക്ക് 2 ടെസ്റ്റിങ്ങിനായിട്ട് ഞാൻ 2 ഡിവൈസസ് ഉണ്ട്. ഇങ്ങനത്തെ ഡിവൈസുകളൊക്കെ ഉണ്ടല്ലേ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസ്നെസ്, ആ സർഫസ് എത്രത്തോളം ഗ്ലോസ്നെസ് ആണെന്ന് അറിയാനുള്ളൊരു മെഷീനാണ്. അപ്പോൾ ആ സർഫസ് നമുക്ക് ഇപ്പോൾ കോട്ടിങ് ചെയ്താലും ആഫ്റ്റർ കോട്ടിങ് ബിഫോർ കോട്ടിങ് എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും. ഇത് നമുക്ക് എത്രത്തോളം കളർ പോപ്പപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മിനി മൈക്രോസ്കോപ്പാണ്. അത് നമുക്ക് ഡിജിറ്റലി നമുക്ക് മൈക്രോസ്കോപ്പ് ചെയ്ത് എത്രത്തോളം കളർ പോപ്പപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ഗ്രഫൈനും ഒരു നാനോ ഡയമണ്ടും ചെയ്ത് ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. നമ്മൾ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് നമ്മൾ പഴയ വേർഷനായിട്ടുള്ള ഗ്രാഫൈനും, അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നമ്മൾ നാനോ ഡയമണ്ടും. ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാഫൈനാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് നാനോ ഇപ്പുറ സൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു കളർ പോപ്പ്നെസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ കളർ ഡെപ്ത് എത്രത്തോളം നമുക്ക് പോപ്പ് ചെയ്യുന്നുള്ളതൊക്കെ കുറച്ചുകൂടി മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ് നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ആണ്. ഇത് ആദ്യമായിട്ട് റോഷോയാണ് ചെയ്തതെങ്കിലും റോഷോ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പലരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇവരാണ് ചെയ്തത്, അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടിക്കുമ്പോൾ തന്നെ ആ ഒരു കളർ പോപ്പ്നെസ് ഗ്ലോസിനെസ് നമുക്ക് തീർച്ചയായിട്ടും അല്ലാതെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറ നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും നമുക്കിത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഒന്നും എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ആ ഡ്രൈ ഒരു വൈപ്പിംഗ് ടൈം എന്ന് പറയും. നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കിതിന് വൈപ്പ് ചെയ്യാനായിട്ടൊരു ലീവ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ തുടച്ച് ഒരു ലെവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ നമ്മൾ അന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ വീണ്ടും അത് കാണാത്തവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഗ്രാഫീനും ഇതും തമ്മിൽ അപ്ലൈ ചെയ്തതിന് എത്ര ദിവസങ്ങളുടെ വ്യത്യാസം വല്ലതും ഉണ്ടോ? നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ക്യൂറിങ് ആവുന്നത് നാനോ ഡയമണ്ട് ആണല്ലേ. നമുക്ക് ഇതിനൊരു 12 hours വേണമെങ്കിൽ അതിനൊരു നമുക്കൊരു 8 hours അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു പെട്ടെന്ന് തന്നെ ക്യൂറിങ് ആവും നമുക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, നിങ്ങളിപ്പോൾ ഈ നമ്മൾ എല്ലാം തിരക്കാണല്ലോ, നമ്മളിപ്പോൾ ഇത് കൊടുത്തിട്ട് ഇപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും കോട്ടിങ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. കാരണം ഇതിനെല്ലാം ഒരു നാച്ചുറൽ ഹീലിംഗ് ടൈമുണ്ട്. അതിപ്പോൾ 2 ദിവസമാണ്, 2 ദിവസം ഇവർക്ക് വിട്ടുകൊടുത്താൽ മാത്രമേ വണ്ടിയിലത് അതിന് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അതിനൊരു ഡ്യൂറബിലിറ്റി കിട്ടുള്ളൂ അല്ലേ. വേറെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന റൂം എപ്പോഴും ഹ്യൂമിഡിറ്റി കൺട്രോൾഡ് ആയിരിക്കണം.
ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള സംഭവം എന്ന് വെച്ചാൽ പലരും റൂമൊന്നും അത്ര ഹ്യൂമിഡിറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതാണ്. ഒരു 80-85 റേഞ്ചിൽ വരുന്ന ഹ്യൂമിഡിറ്റിയാണ്. അപ്പം നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമിഡിറ്റി നമ്മുടെ ഷോറൂമിൽ എല്ലാത്തിലും ഹ്യൂമിഡിറ്റി കൺട്രോളർ ആയിട്ടുള്ള ഇത് മെഷീനാണ് ആക്ച്വലി. ഇതൊരു ഹ്യൂമിഡിറ്റി കൺട്രോളറാണ്. ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി എല്ലാം വലിച്ചെടുത്ത് നമുക്ക് വെള്ളം ഇതിലേക്ക് തന്നെ ഇത് ചെയ്യും. അപ്പോൾ നമ്മുടെ കോട്ടിംഗ് റൂം എല്ലാം നമ്മൾ ഈ കൺട്രോൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നല്ല രീതിയിലുള്ള ക്യൂറിങ്ങും ബോണ്ടിങ്ങും കിട്ടാൻ വേണ്ടി ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 48 ഇതിനകത്ത്. നമുക്ക് പുറത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. ഈവൻ റൂം ആയാൽ പോലും നമുക്ക് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തതെന്നാണ്. ഇത് നമ്മൾ ഗ്രാഫൈൻ ചെയ്തതാണ്. ഇത് നമുക്ക് നാനോ ഡയമണ്ട് ചെയ്തതാണ്. അപ്പൊ എത്രത്തോളം കളർ പോപ്നെസ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റും. എന്നാലും മെഷീൻ ലെവലിലായാലും നമുക്ക് ഇപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ ചെയ്യാത്തൊരു ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് 6.9 ആണ്. ഗ്ലോസിനെസ് ആണ്. ഇതിന്റെ ഒരു ഗ്ലോസിനെസ് ആണ് കാണിക്കുന്നത്. ഒരു 7.2 ആ റേഞ്ചിലൊക്കെയാണ് ഗ്ലോസിനെസ് വരുന്നത്. നമ്മളിപ്പോൾ ഗ്രാഫൈൻ ചെയ്തതിലേക്ക് വരുമ്പോൾ നമുക്ക് 7.3 ആ റേഞ്ചാണ്. 7.2 7 ആ റേഞ്ചിലേക്ക് വരുന്ന 6.9 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. നമുക്ക് ഇതിൽ വരുമ്പോൾ ഒരു 7.3 അത്രയും ക്ലോസ്നെസ് ആണ് ഇതിൽ ഇൻക്രീസ് ആയത്. ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ അതൊരു നാനോയിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് 9ലേക്ക് വരും. അപ്പോൾ അത്രയും ഗ്ലോസ്നെസ് വ്യത്യാസമാണ് ഗ്രാഫൈനും നാനോ തമ്മിൽ. ഇതിപ്പോൾ എല്ലാവരും എന്താ വ്യത്യാസം ഞങ്ങൾ പറയുന്നുണ്ട്. നാനോ ഭയങ്കര കുറച്ചും കൂടി ഡ്യൂറബിൾ, പിന്നെ ഗ്ലോസ്നെസ് കൂടുതലാണ്, ഹൈഡ്രോഫോബിസിറ്റി കൂടുതലാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ചുമ്മാ പറയുന്നതല്ല. ഇതുപോലത്തെ മെഷീൻസ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അവരും ലാബ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ നാനോ ഡയമണ്ടിന്റെ വെബ്സൈറ്റിലും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇനി വേറൊരു ഡിവൈസ് ആണ് ഇപ്പോൾ ഈ കളർ പോപ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു മൈക്രോസ്കോപ്പാണ് ആക്ച്വലി. നമുക്കിതിൽ ഫോണിൽ കണക്ട് ചെയ്തോ ഡിജിറ്റലി നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ വണ്ടിക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ആ കളറിനെ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് എല്ലാ കോട്ടിങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫൈൻ ചെയ്തപ്പോൾ ഒരു ചെറിയ പോപ്നെസ് ഉണ്ട്, ഒരു കളർ എന്താണോ ഉള്ളത് ഉണ്ട്. കുറച്ച് നല്ല പേളൊക്കെ ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് അതിനെ പോപ്പപ്പ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഇല്ലാത്തൊരു ഇതിലാണ് ഇതുണ്ടോ, ഇത് നമുക്ക് കുറച്ചും കൂടി ഇത് ഇവിടുത്തെ ഒരു ഇതാണ്. അതിലൊരു ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതെ, നമുക്ക് കുറച്ചും കൂടി ഇത് കണ്ടോ എത്രത്തോളം ക്ലാരിറ്റി ആയി നോക്ക്. ഇവിടെ വരുമ്പോൾ ഒരു ഡള്ളാണ്. ഞാൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇതാണ്. അതിപ്പുറത്ത് വരുമ്പോൾ കുറച്ചും കൂടി ഇതാണ്. ഇതിന്റെ ആ പേളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷ്വലി ഇതായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയ വണ്ടിയാണ്. പുതിയ വണ്ടിയാകുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്തറിയും. ഞാനിത് മാറ്റി കാണിക്കാന്ന് വെച്ചാൽ മാറ്റിലാണ് കുറച്ചും കൂടി നമുക്ക് വിസിബിലിറ്റി കിട്ടുക. മറ്റേതിൽ ഗ്ലോ ചെയ്ത് വരുമ്പോൾ നമുക്ക് വിസിബിലിറ്റി ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലോസിൽ ഇതിൽ തന്നെ കാണിക്കാൻ കാര്യം. അപ്പോൾ എന്തായാലും അത് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് വിഷ്വലി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഈ പറഞ്ഞ പോലെ കൃത്യമായി BPF കട്ട് ചെയ്യുന്ന മെഷീൻ വന്നുകൊണ്ട് ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള സാധനം കട്ട് ചെയ്തിടുന്നു. 2, നാനോ ഡയമണ്ട് ടെക്നോളജി എന്ന് ഗ്രാഫീൻ്റെ അപ്പുറത്തേക്ക്. ഇപ്പോൾ ഞാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ആദ്യം ഇതൊക്കെ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഓരോ 3-4 മാസം കഴിയുമ്പോൾ പുതിയ ടെക്നോളജി വരുന്നു, കൂടുതൽ ഗ്ലോസിനെസ് ഉള്ള, കൂടുതൽ ഡ്യൂറബിൾ ആയിട്ടുള്ള ഇത്തരം മെറ്റീരിയൽ വരുന്നു. ആ മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ കിടക്കുന്നതിൻ്റെ വണ്ടികൾ കാണാം. ഇത് ഗംഭീരമാണ് കേട്ടോ, മാറ്റ് ഫിനിഷ്. ഇത് ആക്ച്വലി ഗ്ലോസി വണ്ടിയാണ്. അതെ, ഇത് ഫുള്ള് ഗ്ലോസി ആയിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടത് PPF തന്നെയാണ്. PPF-ൽ അദ്ദേഹത്തിന് മാറ്റിലേക്ക് മാറ്റണം. ഇത് റാപ്പിംഗ് അല്ല, PPF ആണ്. PPF-ൽ നമ്മൾ മാറ്റ് PPF ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ ഗ്ലോസിനെസ് എത്രത്തോളം വ്യത്യാസം വന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങളൊരു BMW ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലോസിനെസ് ആയിരുന്നു. ഈ ഒരു ഗ്ലോസിനെസ് ആയിരുന്നു ഉള്ളത്. നമ്മൾ നേരെ മാറ്റിലേക്ക്. ഇവിടെ നമ്മൾ ചെയ്യാറില്ല പൊതുവെ. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഡോർ എല്ലാം മാറ്റി കോസ്റ്റും ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. നമുക്ക് പുറമേ ഉള്ള ഇതിൽ നല്ല രീതിയിൽ മാറ്റ് ഫിനിഷിൽ കിട്ടും. എനിക്ക് പൊതുവേ മാറ്റ് ഫിനിഷാണ് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇത് ഗംഭീരമായിട്ടുണ്ട്, ഇതിനകത്ത് തകർപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു വെള്ളം വീണ് കഴിഞ്ഞാലും പെട്ടെന്ന് വെള്ളം പിടിക്കാതിരിക്കുക അത്തരം ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നതിന് എത്ര കാലം നമ്മൾ വാറണ്ടി കൊടുക്കും? ഇത് നമ്മൾ 5 വർഷത്തെ വാറണ്ടി. 5 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ വാറണ്ടിയാണ് പറയുന്നത്. ഇതിൽ കസ്റ്റമേഴ്സിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് 5 എന്നുള്ളത്
8 or 10 കിട്ടും. എന്താണ് ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടൊന്ന് ചിലർക്ക് അറിയാൻ പാടാത്തൊന്നും കാര്യമാണ്. നമ്മൾ വണ്ടി ഓടി വന്നിട്ട് അതായത് നല്ല റൺ ചെയ്ത് വന്ന വണ്ടി നേരെ കൊണ്ടുപോയി വാഷ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഹോട്ടായിട്ടിരിക്കുക, പെട്ടെന്ന് തന്നെ നമ്മൾ തണുപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ ബോഡി നമ്മുടെ ഓപ്പൺ ഈ സർഫസ് എല്ലാം നല്ല ഓപ്പൺ ആയിട്ടായിരിക്കുക. ചെളിയൊക്കെ നമ്മൾ ഉള്ളിലേക്ക് ശരിക്കും ഡെപ്ത് ആയിട്ടിരിക്കും. അപ്പോൾ ഈ വെള്ളം അടിക്കുമ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ആവും. അപ്പോൾ ഈ ചെളിയൊക്കെ ഉള്ളിലേക്ക് ശരിക്കും പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓടി വന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടായിട്ടിരിക്കുന്ന വസ്തു, അത് ശരി സിമ്പിളി ഒരു ഇതാണ്, ചൂടായിട്ടിരിക്കുന്ന വസ്തു പെട്ടെന്ന് തന്നെ തണുപ്പിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഇത് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഈ സർവീസ് സെന്ററിലൊക്കെ നേരെ ഓടിച്ചുകൊണ്ട് സമയമില്ല, ചെറിയ റണ്ണിംഗ് ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാനൊരു 5-10 കിലോമീറ്റർ ഒന്നും വിഷയമില്ല. നമ്മൾ ഒരുപാട് ഓടിച്ചിട്ടൊക്കെ വന്നിട്ട് നേരെ വാഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കാന്നുള്ളത്. അല്ലെങ്കിൽ രാവിലെ തന്നെ നോക്കുക, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നോക്കുക. പിന്നെ നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുക, നല്ല ഷാംപൂസ് ഉപയോഗിക്കുക. ചിലർ സർഫസ് ഉപയോഗിക്കുന്നുണ്ട്, ചിലർ ഷാമ്പു ഉപയോഗിക്കാതെ തന്നെ ചെയ്യുന്നവരുണ്ട്. ഷാമ്പു ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫ്രിക്ഷനാണ്. ഫ്രിക്ഷനിൽ എന്ത് സംഭവിക്കുന്നത് ഒരുപാട് സ്ക്രാച്ചസ് ബിൽഡാവും. അപ്പോൾ ഇതിനൊരു ലൂബ്രിക്കൻ്റ് എന്തായാലും ആവശ്യമാണ്, ഒരു ഷാമ്പൂ ആവശ്യമാണ്. അതിൽ തന്നെ ആ ഷാമ്പൂവിന് ഒരു ആസിഡിറ്റി, ആ അഴുക്കിൽ ഇപ്പോൾ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഷാമ്പൂ തന്നെ വേണം. പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചിലപ്പോൾ ചില മാളിലോ ഒക്കെ പോയി നിൽക്കുമ്പോഴത്തേക്കും ഷാമ്പൂ വെക്കുന്ന ആൾക്കാർ വരും. നമ്മൾ പക്ഷേ ശരിക്കും നല്ല ഷാമ്പൂ എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്? നമ്മൾ ആക്ച്വലി ബ്രാൻഡഡ് ഷാമ്പൂസ് എല്ലാം അത്യാവശ്യം pH വാല്യൂ ആണ് അതിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. pH വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ഷാമ്പൂസ്, pH വാല്യൂ 7 ആണ് വരുന്നത്. 7 വരുന്ന ഷാമ്പൂസ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കാഗോന്റെ ഷാമ്പൂസ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് pH വാല്യൂ ന്യൂട്രൽ ആണ്. ഇപ്പം ഞങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിനെല്ലാം പോകുമ്പോൾ നമ്മൾ ഈ ഷാമ്പൂസും ക്ലോത്തും എല്ലാം കൊടുത്ത് തന്നെ വിടുന്നത്. ശരി. അപ്പോൾ ഇവിടെ PPF ഒന്നും ചെയ്യാത്തൊരു വണ്ടിക്കാണെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങാം. അത് വാങ്ങാം. അതല്ലെങ്കിൽ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് അയച്ചു കൊടുക്കുന്നുണ്ട്, അതല്ലാതെയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ ഷാമ്പൂ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ വൺ സൈഡ് മാത്രം വാഷ് ചെയ്യാൻ നോക്കുക. ഇപ്പം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് എടുത്തിട്ട് ഈ റൗണ്ട് മോഷനാണ് ഞാനടക്കം അത് ഒരിക്കലും ചെയ്യരുത്. അത് സ്ക്രാച്ച് ആക്കുക. ഇപ്പോൾ ഒരു ക്ലോത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊരു ക്ലോത്ത് ആണെങ്കിൽ തന്നെ നമ്മൾ ഇവിടെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം, പൊടിയൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഈ പൊടിയിൽ ഈ സർഫ് ഇത് വെച്ചു റൗണ്ട് ചെയ്യുക എല്ലായിടത്തേക്കും. അതൊന്ന് മൈൻഡിൽ ചിന്തിച്ച് നോക്കുക. നമ്മുടെ ഈ ക്ലോത്തിലായി ഇവിടെ വെച്ച് ഇങ്ങനെ വരയ്ക്കുക. ആ സമയം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് മാത്രം ഷാമ്പു വെള്ളം ഒഴിച്ചിട്ട് ഷാമ്പൂവിൽ ഇത് ചെയ്തതിന് ശേഷത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ക്ലോത്ത് നന്നായിട്ട് സോക്ക് ചെയ്യുക, സോക്ക് ചെയ്തതിന് ശേഷം വൺ സൈഡ് മാത്രം തുടച്ചെടുക്കുക. ഇതാണ് പ്രോപ്പർ വേ. എന്നാൽ പോലും സ്ക്രാച്ചസ് ബിൽഡ് ആവും. പക്ഷേ ഉണ്ടാവുന്ന സ്ക്രാച്ചസിന്റെ അളവ് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വാഷ് ചെയ്യുന്നവരുണ്ട്. വീട്ടിൽ വാഷ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ 2 ബക്കറ്റ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. 2 ബക്കറ്റ് വാഷ് എന്ന് വെച്ചാൽ 2 ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഒന്നിൽ ഷാമ്പൂ, ഒന്നിൽ വെള്ളവും. നമ്മൾ ഒന്ന് സോക്ക് ചെയ്ത് തുടച്ചതിന് ശേഷം ഈ ക്ലോത്ത് നേരെ കൊണ്ടുപോയി ഷാമ്പു ബക്കറ്റിലല്ല, നല്ല ബക്കറ്റിൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം വേണം ഇതിലിടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒരുപാട് പൊടിയും മണലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇതിൽ തന്നെ എടുത്ത് പിന്നെയും ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും സ്ക്രാച്ചസ് ബിൽഡ് ആവാം. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ വീട്ടിലെ ചെളിയാണെങ്കിൽ എന്ത് ചെയ്യും, ടാപ്പിൽ വെള്ളം എടുത്തിട്ട് ചുമ്മാ അടിച്ച് കളയും. പിന്നെ അത് തുടയ്ക്കില്ല, ഡ്രൈ ചെയ്യില്ല. അത് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ചെയ്യുക. നിങ്ങൾ വാഷ് ചെയ്തില്ലെങ്കിൽ അത്രയും വിഷയമില്ല. പക്ഷേ ഡ്രൈ ചെയ്യാന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഡ്രൈ ചെയ്യാൻ സമയമില്ലെങ്കിൽ വാഷ് ചെയ്യണ്ട എന്ന് ഞാൻ പറയുള്ളൂ. അതെ. പിന്നെ നമുക്ക് ഈ കോട്ടിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പൊടിയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോപ്പാസ് എന്ന് പറഞ്ഞ ഒരു ഡസ്റ്റ് റിമൂവറൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. ഒരു ഡസ്റ്റ് റിമൂവറാണ്. അത് ജസ്റ്റ് തുടച്ച് വെച്ചാൽ തന്നെ നമുക്ക് പൊടി കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പോകും. അതിപ്പോൾ കോട്ടിംഗ് ഒക്കെ ചെയ്ത വണ്ടിയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 80-90% ക്ലിയർ ആയി കിട്ടും. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും സർട്ടൻ സ്ക്രാച്ചസ്, ചെറിയ ചെറിയ സുരൽ മാർക്സ് കാര്യങ്ങളൊക്കെ ബിൽഡാവും. അപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല മൈക്രോഫൈബർ ക്ലോത്ത് തന്നെ ഉപയോഗിക്കാം. ചിലർ ഈ കാരം മറ്റേ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വാഷ് ചെയ്യുന്നുണ്ട്. ചെയ്യരുത്. എന്തെങ്കിലും ഒരു ഷാമ്പു നല്ല ഇപ്പം ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 3M, മഗ്വേഴ്സ് അങ്ങനെയുള്ള ബ്രാൻഡഡ് ഷാമ്പൂസ് എല്ലാം പീച്ച് ന്യൂട്രലാണ്. അപ്പം അങ്ങനെയുള്ള നല്ല ഷാമ്പൂസ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് മന്ത്ലി വൺസ് വാഷ് ചെയ്യണം. ഇതെല്ലാം മെയിൻ്റെനൻസ് പെടുന്നതാണ്. അപ്പോൾ അതിലെന്താ ചെയ്തിരിക്കുന്നത്? ഇത് ആക്ച്വലി ഗ്ലോസി PPF ആണ്. ഇത് രണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതി. ഇതിന്റെ ഒരു എഡ്ജസിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. ഫൈനൽ ആയിട്ടില്ല അല്ലേ? നമ്മൾ ഇത് ഈ കട്ടിങ് ഇത് മടക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് സർഫസ് ആണ്. പ്ലോട്ടറിൽ കട്ട് ചെയ്യുന്നതാണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പക്കയായിട്ട് എടുക്കാൻ പറ്റും. മറ്റേ ഇത്തിരി കടിച്ചു കുറച്ചിലായി പോകും. നമ്മളത്രയും പ്രീമിയം ആയിട്ട് സർവീസിനെ കാണുമ്പോൾ നമ്മൾ ആ പ്രീമിയം സർവീസ് കസ്റ്റമർക്ക് തന്നെ എത്തിക്കുക എന്നുള്ളത് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്ലോട്ടർ ചൂസ് ചെയ്യാൻ കാര്യം. ഇത് മടക്കി വെച്ചാൽ തന്നെ ഉള്ളിൽ നോക്കിയാൽ പോലും പുറമെ കാണുന്നില്ല, എന്നാലും ഉള്ളിൽ നോക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചെറിയ സ്പേസിലേക്കുള്ളതെല്ലാം അങ്ങനെ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പല അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ ഏരിയാസ് വരുന്നുണ്ട്. ഇപ്പോൾ
മിററൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ ഉള്ള പീസുകളായാലും കറക്റ്റ് കട്ടിങ് ഒക്കെ ആയിട്ട് ചെയ്യാനും പറ്റും നമുക്ക്. അപ്പോൾ ഇത് എക്സ്റ്റീരിയറിൻ്റെ കാര്യം. ഇന്റീരിയറിൽ എന്തെങ്കിലും പുതിയ ഇന്റീരിയർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വരുന്നുണ്ട് പ്രീ കട്ടുകൾ. ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോസ്നെസ് വരുന്ന ഏരിയാസ് ആണ്. നമ്മൾ ഈ ഗിയർ ഇടുന്ന ഏരിയയും കൈ പിടിക്കുന്ന ഡോർ പാഡിൻ്റെ ഏരിയയിലൊക്കെ ചില ഗ്ലോസ്നെസ് ആയിട്ടുള്ള ബ്ലാക്കിഷാണ് വരുന്നത്. അവിടെ പെട്ടെന്ന് സ്ക്രാച്ച് ആവും. അപ്പോൾ നമുക്ക് അവിടെയും PPF അപ്ലൈ ചെയ്യാൻ പറ്റും. PPF അപ്ലൈ ചെയ്യാൻ പ്രീ കട്ട് തന്നെ വെക്കണം. നമ്മൾ അവിടെ വെച്ചിട്ട് കട്ടിങ് ചെയ്യാനോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പ്രീ കട്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രീ കട്ടുകൾ നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ബ്ലേഡ് കട്ടിങ്ങോ വേറെ റിസ്ക് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. അടുത്ത് തന്നെ വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് മന്തിലും എല്ലാ വണ്ടികളും പല വണ്ടികളും പല സൈസാണല്ലോ. അപ്പോൾ അതെല്ലാം ഡ്രോ ചെയ്യാനുണ്ട്. വൺസ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇന്റീരിയർ ഇതേപോലെ ഗ്ലോസ്നെസ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന രീതിയിലാണ്. അതെ, ഇന്റീരിയർ നമ്മൾ എപ്പോഴും ഇരിക്കുന്നത് അകത്തേക്കാൾ കൂടുതൽ പുറത്താണല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് കൈയൊക്കെ പിടിച്ചപ്പോഴും സ്ക്രാച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും ഫുൾ ടൈം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൈക്കും കണ്ടു, മെറ്റിയോർ 650 അല്ലേ? അതിന്റെ ഈ പറഞ്ഞ നമ്മൾ PPF ചെയ്തതാണോ? അതെ, ഫുൾ PPF കഴിഞ്ഞിരിക്കുന്ന വണ്ടി. ഈ ബൈക്കുകളിൽ PPF പൊതുവെ ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മുടെ ഉണ്ടോ ഇപ്പോൾ? പിന്നെ ഭയങ്കരമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്കുകൾ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഇതെന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോയൽ എൻഫീൽഡിന്റെ ബൈക്കാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അതെ വേണമെങ്കിൽ ഹാർലി എന്ന് വിളിക്കാവുന്ന അതിന്റെ ഉടമയാണ് ഇവിടെ ഇരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ ദുബൈയിലാണ്, ലാൽ ജോസിന്റെ ഒക്കെ ഫ്രണ്ട്, ഞങ്ങൾ വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിലും ഈ പറഞ്ഞ മെഷീൻ കട്ടാണ് നമുക്ക് ഉപയോഗിക്കുന്നത്? ഇല്ല, ഇതിൽ നമുക്ക് അങ്ങനെ മെഷീൻ കട്ട് പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് ഫുള്ള് കർവ്ഡ് പോർഷൻസ് ആണ്. ഏകദേശം ഒരു സ്ട്രെയിറ്റ് സർഫസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇതിൽ പറ്റും. ഇതിൽ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട്, ഇത് കർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് വലിച്ചു വെക്കേണ്ട ആവശ്യങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് അത്ര പോസിബിൾ അല്ല. അപ്പൊ ഇതിലിപ്പം ബൈക്കിന്റെ കാര്യത്തിൽ പെയിന്റഡ് പോർഷൻസ് സർഫസ് മാത്രമാണ് നമ്മൾ PPF? അതെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള സർഫസിലെല്ലാം നമുക്ക് കോട്ടിങ്ങുകൾ. കോട്ടിംഗ് ആണ്. അപ്പൊ ഈ ബ്ലാക്ക് ഇവിടെയൊക്കെ കോട്ടിംഗ് അതെല്ലാം കോട്ടിങ് ചെയ്യാം. ശരി. അപ്പൊ ബൈക്കുകളും ആകാം അല്ലെ? ബൈക്ക് എത്ര ചെറുതായാലും ചെയ്യാം അല്ലെ? ചെറുതായാലും ചെയ്യാം. പുതിയ ബൈക്കുകളൊക്കെ നമ്മൾ ഒരുപാട് PPF ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റായ ഷാമ്പു കണ്ടു. ഇവിടെയും കുറെ സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ. അല്ല, നമ്മുടെ സ്വന്തം പ്രൊഡക്ട്സാ? അതെ, ഇതെല്ലാം നമ്മൾ ആക്ച്വലി ഇവിടെ ഇങ്ങനത്തെ ഡീറ്റെയിലിംഗ് ഷോപ്പിലേക്ക് എല്ലാ ടൈപ്പ് പ്രൊഡക്ട്സുകളും ഉണ്ട്. ബ്രഷസ്, അതുപോലെ തന്നെ ഇതൊരു ഗ്യാരേജ് ടൈൽ നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചു. കഴിഞ്ഞതാണ് നമ്മൾ കാണിച്ച ഗ്യാരേജ് ടൈൽ അല്ലേ? ഇതാണ് ആ ടൈൽ. അന്ന് കയ്യെ കാണിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വീടുകളിലെ ഗ്യാരേജുകളിൽ ഉപയോഗിക്കാം. അതല്ലാതെ എല്ലായിടത്തും നമുക്ക് അത്യാവശ്യം വണ്ടി കയറുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വെള്ളം ചെളി പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ആന്റി സ്ലിപ്പറി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോറൂമുകളിലൊക്കെ നമുക്ക് കുറച്ച് ഔട്ട്ഡോറൊക്കെയാണ്, അതായത് ഇന്ത്യക്ക് പുറത്തെ ഷോപ്പുകളിലൊക്കെ വിൽക്കൊടുത്തും അവരിതാണ് അവരൊരു സ്റ്റാൻഡേർഡിന്റെ സീനിലാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായി വെള്ളം അടിച്ച് കഴിയാൻ അടിയിൽ അതെ, നമുക്ക് പൊടി വരരുത്. അതുപോലെ തന്നെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. ഇപ്പം നമ്മൾ ഒരു ടൈലിട്ടതാണെങ്കിൽ നമ്മൾ ഏത് നേരവും തുടച്ചുകൊണ്ടിരിക്കണം, എന്നാലേ വൃത്തിയായിട്ടിരിക്കുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് അഴുക്കും കാര്യങ്ങളൊക്കെ അടിയിൽ പോകും. നമുക്കൊരു 2 മാസം 3 മാസം കഴിയുമ്പോൾ ഇതെല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്താൽ മതി. എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. കാണുമ്പോഴായാലും ഭയങ്കര ഒരു രസമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ബ്രഷസ് കാര്യങ്ങൾ ഇതൊക്കെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയുള്ള ബ്രഷസ് ആണ്. അതുപോലെ തന്നെ ഗണ്ണ് കാര്യങ്ങൾ, മെഷീനറീസ്, നമുക്ക് പോളിഷിംഗ് മെഷീൻസ് ഒക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. നമ്മളെ ഇതുപോലത്തെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം അപ്പം നിങ്ങളിപ്പം മറ്റൊരാൾക്ക് ഒരു ഏതെങ്കിലും ഡീറ്റെയിലിംഗ് സെന്റർ നടത്തുന്ന ആൾക്കൊക്കെ ഇവിടുന്ന് വന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഇവിടുത്തെ തന്നെ ഒരുപാട് പ്രമുഖ സാധനങ്ങൾ നമ്മളാണ് കൊടുക്കുന്നത്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് B2B ആണ് ശരിക്കും അല്ലേ? B2B ആണ്. ഇതെല്ലാം പ്രൊഫഷണൽ യൂസ് ആണ്. നമ്മൾ കണ്ട ഷാമ്പു ഒക്കെ B2C ആയിട്ടും വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു നല്ല ഉപയോഗമുള്ള സാധനമാണ്. ഇത് ഇവരുടെ ഇവരുടെ വേറൊരു എന്താ പറയുക ഡീറ്റെയിലിംഗ് സെന്ററിന്റെ ഒരു അനക്സ് ഉണ്ട്. അവിടെ മുഴുവൻ ഇതാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. രസമുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ പൂച്ച കണ്ടില്ലല്ലോ, റോഷോ എന്ന് പറയുന്നത് ഇവിടുത്തെ പൂച്ചയുടെ പേരാ. പൂച്ചയാണ് ഇവിടുത്തെ ഒരു മെയിൻ താരം. അദ്ദേഹം ഇടയ്ക്ക് ഇവിടെ ഒന്ന് വന്നുപോയി. 2 ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചത്തു അല്ലേ? ഒരു ചെറിയ ഇത് വന്നിട്ട് നമുക്ക് ഒരു പൂച്ച അവൈലബിൾ ഉള്ളൂ. എടുക്കാവോ? പിന്നെ എടുത്തോ. എന്തുകൊണ്ട് നോക്കുന്നത്? അപ്പോൾ ഇതാണ് ഇവരുടെ ഈ പേരിന് കാരണക്കാരനായ പൂച്ചക്കുട്ടി. ഇവൻ്റെ പേര് റോഷോ എന്നാണ്. ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന സിനിമയിലോട്ട് എടുത്തടാ റോഷോ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ച ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ പൊസിഷനോടുകൂടിയുള്ള മെഷീൻ കട്ടാണ് ഇപ്പോൾ ഇവിടെ PPFിലൊക്കെ ഉപയോഗിക്കുന്നത്. കൂടാതെ
ഗ്രഫീൻ്റെ അടുത്ത പടി എന്ന് പറയുന്ന നാനോ ഡയമണ്ട് ടെക്നോളജി പ്രകാരമുള്ള കോട്ടിംഗ് ഇവിടെ ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ പാവപ്പെട്ട വണ്ടി വലുതൊന്നും അല്ല ഇവിടെ കിടക്കുന്നതൊക്കെ വലിയ വണ്ടികളാണ്. ചെറിയ വണ്ടി ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് റോഷോയെ സൂക്ഷിക്കുന്നവരെ തന്നെ സൂക്ഷിച്ചാണ് നമ്മുടെ വണ്ടി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റോഷോയെ സമീപിക്കേണ്ടത്, അതിനുള്ള ഫോൺ നമ്പറുകളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. കാക്കനാട് നഗരത്തിൻ്റെ നടുക്ക് മാവേലിപുരത്താണ് റോഷോ ഉള്ളത്. എല്ലാവർക്കും അറിയാം, കാരണം വർഷങ്ങളായിട്ട് ഇവരിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്കൊരു ഡീറ്റെയിലിംഗ് ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് B2B ആയിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവർ ഇന്ത്യ മുഴുവൻ കൊടുക്കുന്നുണ്ട് അല്ലേ? ഇന്ത്യ മുഴുവനുള്ള പല ഡീറ്റെയിലിംഗ് ഷോപ്പുകൾക്കും ആമസോണിലൊക്കെ ഞങ്ങളുടെ പ്രോഡക്റ്റ് അവൈലബിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം പൂച്ചക്കുട്ടിയെ ഒഴിച്ച് ബാക്കി എന്തും ചോദിക്കാൻ നിങ്ങൾക്ക് ഇവിടെ അത് തരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ബൈബിളിൽ പറയുന്ന പോലെ സന്ധ്യയായി രാത്രിയുമായി രണ്ടാം ദിവസം ഞാൻ എത്തിയിരിക്കുകയാണ്. എൻ്റെ MG കോമറ്റിൻ്റെ PPF ഒക്കെ ചെയ്ത് ഗംഭീരമാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലെ മൂടിയിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഒരു വാഹനമായിരുന്നു എൻ്റെ BMW C4. അതിനുശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ അൺവീലിയല്ലേ എല്ലാത്തിനും സാക്ഷിയായിട്ട് നമ്മുടെ റോഷോ എന്ന പൂച്ചയും ഒരു നടപ്പുണ്ട്. അപ്പോൾ റെഡി. ഇവിടെ മെഷീനുണ്ട്, പുറകോട്ട് പെട്ടെന്ന് പോയല്ലോ, ആളുണ്ടത്. അതെ, ഗംഭീരമായിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതിൻ്റെ നിറമെന്ന് പറയുന്നത് അധികം ഇല്ലാത്ത ഒരു ആകെ 100 യൂണിറ്റുകളെ ഈ ഒരു നിറത്തിൽ നിർമ്മിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി നിറമാണ്. താങ്ക് യു, ഗംഭീരമായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവരുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല, കാരണം നമ്മുടെ BMW അതുപോലെ ഗംഭീരമായിട്ട് റാപ്പ് ചെയ്ത ആൾക്കാരാണ്. ഈ നിറത്തിനൊരു സുഖമുണ്ടല്ലേ? നല്ല രസമുള്ള കളറാണ്. സാധാരണ കാണുന്ന ഒരു ബ്രൈറ്റ് റോയൽ ഗ്രീൻ, ആ ഒരു ഇതാ പറയുന്നത്, എമറാൾഡ് ഗ്രീൻ. അതന്നെ, എമറാൾഡ് ഗ്രീൻ. അപ്പോൾ ഇത് നമ്മൾ മെഷീൻ കട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. എല്ലാ ചെറിയ എല്ലാത്തിൻ്റെ ഓരോ പാറ്റേൺ നമ്മൾ അതിനനുസരിച്ച് ഡ്രോ ചെയ്യും, എന്നിട്ട് അതിനുശേഷം കട്ട് ചെയ്തിട്ടാണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് കോമറ്റ് PPF ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് PPF ഇനി മുതൽ ഇനി കോമറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെംപ്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പാറ്റേൺ അത് നേരെ വരിക, കട്ട് ചെയ്യുക, വെക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു സൈഡ് പാനലൊക്കെ വലുതായതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ടാവും. അതെ, പേസ്റ്റിംഗ് എല്ലാം കുറച്ചും കൂടി എളുപ്പമായി. സ്ട്രെയിറ്റ് പോർഷൻസ് ആണ്. നമുക്ക് ഈ കർവിങ്ങും കാര്യങ്ങളും വരുമ്പോഴാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ചെയ്യാൻ. പക്ഷെ ഇതെല്ലാം അത്യാവശ്യം സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തു. അപ്പോൾ അതുപോലെ ഈ വീലിലൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വീല് നമ്മൾക്ക് ആക്ച്വലി പെയിന്റഡ് പാർട്സിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ PPF അപ്ലൈ ചെയ്യും. അതല്ലാത്ത ഗ്ലാസ്, ഫൈബർ പാർട്സ്, അലോയ്, ഇതിലെല്ലാം നമ്മൾ നാനോ ഡയമണ്ട് കോട്ട് ചെയ്യും. അപ്പൊ ഇനി ഇതിന് 5 വർഷം ഗ്യാരണ്ടി. 5 വർഷം 5 വർഷം കഴിഞ്ഞാൽ വരുവേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല, ധൈര്യമായിട്ട് വരും. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന PPF എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ റിസോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. റിസോന്റെ ഏറ്റവും പ്രീമിയം ബ്രാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 ഇയറിന്റെ വാറന്റി വരുന്ന ഫിലിംസ് ആണ്. നമുക്ക് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ആന്റി യെല്ലോയിങ്, അതുപോലെ തന്നെ ക്രാക്കിംഗ്, പീൽ ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമുക്ക് വാറന്റി വരുന്നത്. അപ്പോൾ ഏതായാലും നന്നായി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സംഭവങ്ങളെല്ലാം. ഇനിയിപ്പോൾ ദീർഘകാലം ഇങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ പൊടി അല്ലേ, പൊടി ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൊടി പാടില്ല. അതിനുവേണ്ടി ഇവർ ഒരു സ്പ്രേ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ റോഷോയെ പറ്റിയും കൂടെ 2 വാക്ക് പറഞ്ഞേക്കാം. എവിടെയൊക്കെ ഉണ്ട് റോഷോ? ഇവർ ഇവിടത്തേക്ക് വാഹനങ്ങളെ കൊണ്ടുവരണമെങ്കിൽ കൊടുക്കാനുള്ള നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. എങ്കിലും എന്തൊക്കെയാണ് പുതിയ പരിപാടികൾ? നമുക്ക് ചെന്നൈയിൽ ഷോറൂം ഉണ്ട്, നമ്മൾ ഫ്രാഞ്ചൈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് കാലിക്കറ്റും നമുക്ക് ഷോറൂം അവൈലബിൾ ആണ്. PPF എല്ലാ കാര്യങ്ങളും കാലിക്കറ്റും ഉണ്ട്. ഇതുപോലെ തന്നെ കാലിക്കറ്റ് മലാപ്പറമ്പിലാണ്. അപ്പോൾ അവിടെ ഈ ഫ്രാഞ്ചൈസിയാണോ? ഫ്രാഞ്ചൈസിയാണ്. അപ്പോൾ റോഷോയുടെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ? അതെ, കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ശരിക്കും കൊടുക്കുന്നത്. നമുക്ക് ആ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളെ കിട്ടിയാൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. എങ്കിലും ആവശ്യക്കാർക്ക് വേണമെങ്കിൽ സമീപിക്കാം. അതുപോലെ ഇവരുടെ പ്രോഡക്ട്സും അറിയാലോ, ഞാൻ ഇന്നലെ പറയുന്നുണ്ട്, പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ എന്നാൽ പോകട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.